രാവിലെ എൻ്റെ ഒപ്പം എഴുന്നേറ്റല്ലേ? എന്താ ഇത് കുളിക്കാൻ എത്ര നേരം കിട്ടും? ഞങ്ങളെ വിളിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ കൂടെ അമ്പലത്തിൽ വരായിരുന്നല്ലോ കുളിച്ചിരുന്നെങ്കിൽ. അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടം ഉണർത്തിക്കാന്നല്ലാതെ ദേവിയെ ഒരു നോക്ക് സന്തോഷത്തോടെ കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അമ്മേ, ശരിക്കും അമ്പലത്തിൽ ഒരു തുള്ളി കണ്ണീര് പോലും വീഴാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. ഓ, എൻ്റെ മക്കള് കേശു ജ്ഞാനിയായല്ലോ പെട്ടെന്ന് തന്നെ. എന്തായാലും അമ്മയുടെ മുഖത്ത് തെളിച്ചൊക്കെ ഉണ്ട്. ഈ അടുത്തൊന്നും ഇത്ര ദിവസം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. രാവിലെ 4 മണിക്ക് എണീറ്റ് എല്ലാ ചെടിയും തീർത്തില്ലേ? അതിന്റെ അമ്മേ, ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് ദോശയൊന്നും തിന്നാൻ വയ്യ. അത് ശരിയാ, രാവിലെയും ദോശ ഉച്ചയ്ക്കും ദോശ. അമ്മ അവിടെ നല്ല സൂപ്പറായിട്ട് സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കരിമ്പട്ടി. പിന്നെ കരിമ്പട്ടിണി. നീയൊക്കെ ചോറ് സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് അതേപടി ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ഒരു പിടി പോലും കഴിക്കും അതിൽ നിന്ന്. അതിന് കുഴപ്പമില്ല. ഒരു ദിവസം വീട്ടിൽ നിന്നപ്പോൾ ചോറ് വേണം അല്ലേ? അമ്മ നല്ല ദോശയും തേങ്ങ ചമ്മന്തി മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കും. ഉച്ചയ്ക്കും അത് കഴിച്ചോ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമയമില്ലടാ. ഇവിടെ 9 മണിക്ക് ഇറങ്ങിയാലേ 11 മുഹൂർത്തത്തിന് മുന്നേ അവിടെ എത്താൻ പറ്റുള്ളൂ. അമ്മ എന്തായാലും ടൗൺ ഹാളിലോട്ടേക്ക് അവള് പോണേ. അപ്പൊ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലേ കല്യാണത്തിന്? അത് പോരാ അമ്മ. ലച്ചു ചായ ഇട്ടാ? ഞാൻ വീട്ടിൽ എനിക്ക് വയ്യ. ഓ, വയ്യ. വെളുപ്പം കാലത്ത് എണീറ്റ് ഇത്രയും ചെയ്യാമെങ്കിൽ എനിക്ക് ചായ ഇടാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, യാതൊരു രക്ഷയുമില്ല. ശിവ, നീ അങ്ങോട്ട് ചെല്ലേ, എന്തെങ്കിലും നടന്നാലോ? എന്ത് നടക്കാൻ? ഓ, ഞാൻ ഒരു ഐഡിയ പറയാം. നമുക്ക് എല്ലാവർക്കും കൂടി പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഞാനും ലച്ചു ചേച്ചിയും കൂടി മുടിയഞ്ചേന്റെ വണ്ടിയിൽ വന്നോളാം. അവനെനിക്ക് കല്യാണത്തിന് പോകാനൊന്നും താല്പര്യമില്ല. അമ്മ നിർബന്ധിച്ച ചേട്ടൻ എന്തായാലും വരും. അമ്മ, എൻ്റെ മോളെ കല്യാണത്തിൽ എല്ലാവരും കൂടെ പോകുന്ന ഏർപ്പാടൊക്കെ പണ്ടാണ്. ഇപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒന്നും പോകൂല. 1 or 2 പേര്. നാണക്കേട് എല്ലാവരും കൂടെ പോണത്. പിന്നെ ഇപ്പൊ ജനിച്ചെടുക്കണ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരാൾക്കാരെ എടുത്തോണ്ട് കല്യാണത്തിന് പോകുന്നുണ്ട്. പിന്നെയാണ് ഞങ്ങള്. അമ്മ അല്ലെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കാനായിട്ട് എന്ത് ന്യായം പറയണ ആളല്ലേ. പിന്നെയാണ് 4 പേര് കൂടുന്നിടത്ത് അമ്മ ഞങ്ങളെ കൊണ്ടുപോകില്ലല്ലോ. നാണക്കേടല്ലേ പറയാം 4 പിള്ളേരുടെ തള്ളയാണെന്ന്. അത് ശരി. എന്തായാലും ആ, അത് ശരിയാ, കറക്റ്റ്. എന്നെ കണ്ട വലിയ പ്രായമൊന്നും തോന്നിയൊന്നുമില്ലല്ലോ. നിങ്ങളെയൊക്കെ കൊണ്ട് കല്യാണത്തിന് പോയ ആൾക്കാർ എന്നോട് ചോദിക്കൂലേ, നീലുവേ നിനക്ക് ഇത്രയും വലിയ കുട്ടികളൊക്കെ ഉണ്ടോയെന്ന് ആൾക്കാർ ചോദിക്കില്ലേ? അതുകൊണ്ടാ. വെറുതെ പറയുമ്പോൾ അങ്ങോട്ട് പറയണ്ട. അതമ്മ പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട. അമ്മ ഞങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയിരിക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല. ആ പ്രഭാന്തി ആരാ? അമ്മയുടെ വകയില് ചേച്ചി. ആ ചേച്ചി ഞങ്ങളുടെ വകയിലെ ആരാ? വല്യമ്മ. ആ വല്യമ്മയുടെ മോളാരാ? ഞങ്ങളുടെ വകയിലെ ചേച്ചി. ആ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നതിൽ അല്ല, ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കാർ ഫുൾ അമ്മയെ വയക്കുറേ. പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതല്ലേ ചോദിച്ചു. ഇവിടെ എന്തോന്ന് ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ? കുളിച്ചില്ലേ ഇതുവരെ? കുളിക്കാം. പോയി കുളിക്ക്. കുളിക്കാന്ന് പറഞ്ഞില്ലേ? ഷേവ് ചെയ്യട്ടോ. ഷേവ് ചെയ്യണോ? ആ പിന്നെ. അച്ഛാ പ്ലീസ് ഞങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോവോ? എടേ പിള്ളേരും കൂടെ വരട്ടെടേ. അതൊന്നും ശരിയാവില്ല. നമുക്ക് പെട്ടെന്ന് തല കാണിച്ചിട്ട് ഇങ്ങ് വരാം. മക്കളെ തല കാണിച്ചിട്ട് ടപ്പനഞ്ഞെത്താം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ മറുവീടിന് പോകാൻ വിളിക്കുവോ? മറുവീടാ? ആ, കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട്. അതാണ് മറുവീട്. അപ്പൊ അച്ഛനും അമ്മ ഇന്ന് തന്നെ വരത്തില്ലേ? അച്ഛൻ നേരത്തെ എത്തും. അമ്മ ചോദ്യവും മറുപടിയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. ചേച്ചി, ശിവ വാ. ഇത് നടക്കുന്ന കേസല്ല. ഒരു മംഗളകർമ്മ നടക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി ഇവർക്ക് ആർക്കും ഒരു ഇഷ്ടമില്ല. വാ. അമ്മേ എല്ലാവരെയും കൂടി കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ എന്നെ മാത്രം കൊണ്ടുപോകും. എനിക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പോയി കുളിക്ക്. ഞാൻ കുളിക്കാം. നീ കുളിക്കാൻ പറഞ്ഞാ? ആ, നീ കുളിച്ചല്ലേ? എന്തായാലും നീതു ചേച്ചി കല്യാണത്തിന് സാരി കൊടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കൂലേ? നീ നീതു ചേച്ചിയെ കണ്ടിട്ടുണ്ടോ? ആ, ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ലച്ചു ചേച്ചി, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ ഭയങ്കര പ്രശ്നവും. അത് കാരണം ഞാൻ ഒരു ഐഡിയ പറഞ്ഞാൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്, പണങ്ങരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ മാത്രം പോയിട്ട് വന്നിട്ട് വിശേഷം ഇങ്ങോട്ട് അടുത്ത് പറയാം. അതിന് നീ മാത്രം ഇപ്പൊ പോയിട്ട് വന്നിട്ട് വിശേഷം പറയണ്ട. ആ പുതിയ മനസ്സ് വെച്ചാൽ മതിട്ടാ. എന്താ തിരക്ക്, പോണതിനുള്ള ഉത്സാഹം. എന്താ? നീ എന്റെ ഇൻസുലേഷൻ ടാപ്പ് എടുത്താ? ഞാനൊന്നും എടുത്തില്ല. കള്ളം പറയല്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോക്കിയോ നീ? എടുത്തില്ല. എടുത്തില്ല. കല്യാണത്തിന്